ഷാനിക്ക, ചേച്ചി, ധ്യാൻ ചേട്ടാ കേട്ടോളൂ. നമ്മളെ രാജാ സാറിനെയൊക്കെ പറ്റി പറഞ്ഞു. അതുപോലെ നമ്മുടെ ഫ്ലോറിൽ നമ്മളെപ്പോഴും സാറ് സംസാരിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. മഞ്ചരി ഷാൻ അല്ല, ഒന്ന് നമ്മുടെ സീത ചേച്ചി, പിന്നെ നമ്മുടെ ദിയക്കുട്ടി. ഇല്ലേ? ഇവർ രണ്ടുപേരെ പറ്റിയും എപ്പോഴും നമ്മൾ സംസാരിക്കും. പ്രത്യേകിച്ച് കണ്ണൂരാജൻ സാറിന്റെ പാട്ടുകൾ വരുമ്പോ നമ്മൾ എന്തായാലും ചേച്ചിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നമ്മളൊക്കെ അവരുടെ ഒരു പ്രസൻസ് കൊണ്ടുവരണ്ടേ? എന്ത് പറയുന്നു? തീർച്ചയായും ധ്യാൻ ചേട്ടാ, ആർ യു റെഡി? ശരത് സാറിന്റെ ആ ഒരു ഫാമിലിയെ കാണാൻ ആർ യു റെഡി? അപ്പൊ വെൽക്കം ചെയ്യട്ടെ. ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് സീത ചേച്ചിയെയും നമ്മുടെ ദിയ മോളെയും. ശരത് സാറിന്റെ ഫാമിലി എത്തിയിരിക്കുകയാണ്. സീത ചേച്ചിയും ദിയ മോളും. നിങ്ങളെപ്പറ്റി ഒരുപാട് സാർ ഇവിടെ പറയും. എസ്പെഷ്യലി കണ്ണൂരാജൻ സാറിന്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ കഥകൾ ഇവിടെ വരാറുള്ളത്, അല്ലേ സാർ? അതെ. ഞാൻ ആദ്യം തന്നെ സീത ചേച്ചിയോട് ചോദിക്കുകയാണ്, കണ്ണൂരാജൻ സാറിനെ പോലെ ഇപ്പൊ ചിത്രം പോലത്തെ സിനിമ എവർഗ്രീൻ ഹിറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറുടെ മകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരത് സാർ ഇപ്പൊ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ പാട്ടുകളൊന്നും പാടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഈ അച്ഛന്റെയും ഭർത്താവും രണ്ടുപേരും കമ്പോസേഴ്സ്, ഇവരുടെ ഇടയിലുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അച്ഛന്റെ മകളായിട്ടും ശരതന്റെ വൈഫായിട്ടും സോ ഹാപ്പി. അച്ഛന്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ അച്ഛന്റെ പാട്ട് വിട്ടൊരു തമാശകളി ഇല്ല. അത് അച്ഛൻ എന്ന് പറയുമ്പോ ആ ഒരു ഫീല്. എനിക്ക് ശരതന്റെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അച്ഛനാണ് ഈ കൊച്ചിന്റെ. എന്നെ അങ്ങനെ കണ്ടാ മതി. 2 മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മക്കള്. അല്ല, ഞാൻ ഷാനെ അവിടെ ചാൻസ് തേടി പോയതാ വീട്ടില്. എന്നിട്ട് മോളെയും കൊണ്ടുപോയി. കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം വീട്ടിലുണ്ടാവും. അവിടെ അച്ഛനെ കാണാൻ വെയിറ്റ് ചെയ്യും. അച്ഛൻ പാട്ടോട്ട് തന്നതുമില്ല. അല്ല, ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങൾ കേട്ടു. അങ്ങനെ നിങ്ങൾ പ്രണയത്തിലായി, നിങ്ങൾ ട്രെയിനിൽ പോയ ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ട്രെയിനിൽ പോയെന്ന് അത് കല്യാണം കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ജനുവരിയിലായിരുന്നു നമ്മുടെ രജിസ്റ്റർ. മാരേജ് മാർച്ച് 19. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോയത്. പക്ഷെ ഒളിച്ചോടി പോയി വന്നു എന്നൊക്കെ പറഞ്ഞു. ചെറുതായിട്ട് അത്രേ ഉള്ളൂ. എന്നാലും ആ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കാണുന്ന ആ ഒരു മൊമെന്റ് അതൊക്കെ ഒന്ന് സാധാരണ ചാൻസ് ഒക്കെ ചോദിക്കാൻ പോകുമ്പം പാടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അവര്. ഫാമിലി ആയിട്ട് വരും. അമ്മ, സഹോദരൻ, സഹോദരി, എല്ലാരും. അതായിരുന്നു ഒരു ഭയങ്കര സപ്പോർട്ട് വേണ്ടേ. അതെ, അതുകൊണ്ട് ഞാൻ എല്ലാവരായിട്ട് പോകുന്നു. എന്നിട്ട് എല്ലാരും അത് ഒരു പെണ്ണ് കാണല് പോലെ ആയി അവസാനം ചേച്ചിയെ കൊണ്ടുപോകുന്നു. ചേച്ചി ഇപ്പം ഇദ്ദേഹം ഇതുപോലത്തെ കടിച്ചാ പൊട്ടാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് കോമ്പോസിഷൻ ഏതാണ് ഇദ്ദേഹത്തിന്റെ? ഒത്തിരി ഉണ്ട് ഷാൻ. ക്ഷണക്കത്ത് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് സിന്ദൂരരേഖ കുറെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണല്ലേ. അതുപോലെ ഞാൻ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നല്ല തെറി പറയുന്ന ആളുകളായ അവർ രണ്ടുപേരും. ഈ കൊച്ചൊരു ദിവസം കരഞ്ഞ് ഞാൻ എൻ്റെ ഒരു ട്യൂൺ കേട്ടിട്ട്. അവർക്ക് വേറെ ഒന്നുമല്ല അവള് പറഞ്ഞത്, അച്ഛാ ഇതങ്ങനെ റിലീസായിട്ട് എന്റെ ഫ്രണ്ട്സ് കാണുമ്പോ ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയും, ഇത് എന്റെ അച്ഛനാ ചെയ്തത്. അത്ര ബോറായിരുന്നു ആ പാട്ട്. അത്രയൊന്നുമല്ല. എന്നാലും അത് പറഞ്ഞോ, സത്യം പറഞ്ഞോ മോളെ. ബി ട്രൂ, ബി യുവർസെൽഫ്. ചില പാട്ട് അച്ഛന്റെ രീതിയിൽ ഇല്ലാതിരിക്കുമ്പോ ഒരു ചെറിയ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അത്രേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ. എന്റെ മോനൊക്കെ പറയും, എന്റെ പൊന്നു പപ്പ ഇതൊന്നും ദയവ് ചെയ്ത് ഇറക്കരുത്. ഞാൻ അപ്പൊ തന്നെ ആ പെൻഡ്രൈവ് അത് എനിക്ക് തോന്നുന്നു ധ്യാൻ വല്ലതും കൊടുത്തു കാണും. അങ്ങനെ ശരിയായിരിക്കും കേട്ടോ. കാരണം ഒരു മകളും മകനും അച്ഛന്റെ നാശം ആഗ്രഹിക്കൂല.
ഇല്ല അത് അവരെ മക്കള് പറയുന്നത് കേൾക്കും. എന്റെ അച്ഛനോട് ഞാനിപ്പോ ഇടയായിട്ട് പറയാറുണ്ട്, അച്ഛൻ അത് ചെയ്യണ്ട, അച്ഛൻ അനുസരിക്കും. ആണല്ലേ? മുന്നെയോ? മുന്നേ അനുസരിക്കുമായിരുന്നു. ആണല്ലേ? ധ്യാൻ. നന്നായിട്ട്. ഓക്കെ, അപ്പൊ ദിയ മോൾക്ക് ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ്? കുറേ ഉണ്ട്. മായാമഞ്ഞലിൽ, തമിഴില് നീ കോറിനാൾ, ഇങ്ങനെ കുറേ കുറേ കുറേ, തെലുങ്കുല് തമിഴാ? നാനോവേ. ആ, എനിക്ക് എല്ലാത്തിലും ഫേവറേറ്റ്സ് ഉണ്ട്. അച്ഛന്റെ പാട്ട് എനിക്ക് ഫേവറേറ്റാ. അപ്പൊ മുത്തശ്ശന്റെ പാട്ടുകൾ ഏതാ ഇഷ്ടം? മുത്തച്ഛനെ അറിയാമോ കുഞ്ഞിന്? അല്ല അന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു. തീരിയേഴും കുറേ ഉണ്ട്. അതും എനിക്ക് എല്ലാ ഫേവറേറ്റ്സാ ഇവർ രണ്ടിന്റെയും. കാര്യം ഫേവറേറ്റ് അല്ലെങ്കിൽ ഇവള് ഇടിച്ച് ശരിയാക്കും കൊച്ചിനെ. പിന്നല്ലാണ്ട് അച്ഛനെ വിട്ടൊരു കളിയില്ല. ഓക്കെ, ഇപ്പൊ സൈക്കോളജി ഒക്കെയാണ് പഠിക്കുന്നേന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛന് പേടിയാണ് മുമ്പിൽ വന്ന് നിൽക്കാന്നൊക്കെ ഇവിടെ ശരത് സാർ നമ്മളോട്. വെറുതെ വെറുതെ അല്ലേ? എന്തോ റാങ്ക് ഹോൾഡറോ കോളേജ് ടോപ്പറോ അങ്ങനെ അങ്ങനെ എന്തോ അതെ, ആണ് ആണ് ആണ്. അല്ലേ? ആണോ? പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞ കേക്കട്ടെ. അതെ, പറയൂ, ഞങ്ങൾ അല്ല മോളെ എന്താ പഠിക്കുന്നതെന്ന് പറയാം. അത് BSc സൈക്കോളജി ഹോണേഴ്സ്. ഓക്കെ ശരി. സോ അത് അവള് കോളേജ് ടോപ്പറാണ്. സൂപ്പർ, ഫാന്റാസ്റ്റിക്. സീത ചേച്ചി, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ, ഉണ്ട്, അത് വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ട്, തന്നെ ഇപ്പോഴും ഉണ്ട്. ആണല്ലേ? അന്ന് സീത പോയിട്ട് ചേച്ചിയുടെ ചായ വന്നിട്ട് രാവിലെ അല്ലല്ല, വേണ്ടേ? പോയിട്ട് വന്നതിന് ശേഷമാണ് ചായ പിന്നീട് എന്റെ കയ്യിൽ നിന്ന് കുടിക്കണം. പക്ഷെ കാലിൽ എണിച്ച് മുങ്ങും കാലത്ത്. കാലത്തെ രാവിലെ പോകും ഞാൻ രക്ഷപ്പെടും. ഇവര് എണീക്കുന്നതിന് മുമ്പ്. അത് സ്ഥിര. ഓക്കെ, ശരത് സാർ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ അല്ലല്ല, നമ്മൾ ഒരു തമാശയില്ല വീട്ടില്. കാര്യം എന്തെങ്കിലും പറഞ്ഞ ഈ കൊച്ചു പറയും ക്രിഞ്ച്, ക്രിഞ്ച് അല്ലല്ല, വേണ്ട. അത് ഒരു പിന്നെ അങ്ങനെ കാര്യത്തിലും ഒരു സീരിയസും അത് പാർവതി, ഒരു പ്രാവശ്യം ഞാൻ ശരത് സാറിന്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ സാറിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. അപ്പൊ അതിനുശേഷം ദിയ മോളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അച്ഛന്റെ എങ്ങനെയാ വീട്ടില് തമാശയൊക്കെ പറയോ, അതിനെ കുറിച്ച് എന്തെങ്കിലും അച്ഛനോ തമാശയോ, അച്ഛൻ തമാശ എന്ന് പറയോ. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയാം, എന്റെ തമാശകൾ ഏക്കാത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ എന്റെ വീട്. ആള് പക്ഷെ ഭയങ്കര കൂളാ. ഒരു കാര്യത്തിന് ദേഷ്യമോ അങ്ങനെ യാതൊന്നുമില്ല. എന്താ പറയാ, ഇങ്ങനെ ഒരു അത് പ്ലസും ആണ് മൈനസും ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് അത് ഞാനൊന്നിനും വളരെ ടെൻഷൻ light ആവത്തില്ല. ആയിട്ട് ഞാൻ ഒരേ ടെൻഷൻ ആക്കത്തുമില്ല. പിന്നെ അവരെ ശല്യപ്പെടുത്തത്തില്ല. കല്യാണം കഴിച്ചു പോയെന്നുള്ള ചോറുണ്ടാക്കടി, മീൻ വറുക്കൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉഗ്രം കുക്കാണ്, അസാധ്യ കുക്കാണ്. ഉണ്ടാക്കിയാൽ നമ്മളെ വിളിക്കും, പോയി തിന്നും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഞാൻ ഒരു ഐ ആം എ കൂൾ ഗൈ ആണ്. സത്യമാണ് കേട്ടോ. ആണ്. പക്ഷെ ഓക്കെ, പുറത്ത് ആർക്കും അത് അധികം അറിയില്ല. കാണുമ്പോ എന്ത് ഭയങ്കരം എന്നൊക്കെ തോന്നുമായിരിക്കും, എനിക്കറിയില്ല. അതെ. പക്ഷെ ആള് ഭയങ്കര അല്ല, അത് നമുക്ക് ഭയങ്കരം എന്ന് തോന്നുന്നത് ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അല്ല സീത ചേച്ചി, ഇപ്പൊ ആ പാട്ട് കേട്ടില്ലേ ലൈവായിട്ട്? എന്താ തോന്നിയേ? ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നേ. ഞാനും അതിനെ സംസാരിച്ചോണ്ട്. പക്ഷെ ആ കുട്ടി ഭയങ്കരായിട്ട് സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും പ്രേക്ഷകർ എല്ലാരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ്. കുറെ നാളായിട്ട് കാത്തിരിക്കായിരുന്നു ശരത് സാറിന്റെ ഫാമിലിയെ കാണണം എന്നുള്ളത്. അപ്പൊ ഇതാണ് ശരത് സാറിന്റെ വൈഫും മകളും. നമ്മുടെ പ്രേക്ഷകർക്കൊരു ഹായ് കൊടുക്ക്. ഹായ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.